ഏവർക്കും രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജിൽ നിന്നും പ്രയർ ക്ലിനിക്കിൽ നിന്നും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഉപയോഗിക്കുകയാണ്. അത് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ 40 കഴിഞ്ഞ അല്ലെങ്കിൽ 20 കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരുപാട് പേര് 20% 30% ആൾക്കാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളിലൊക്കെ വെയിറ്റ് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ മക്കളൊക്കെ ഇവിടെ റിമോട്ട് കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് അമർത്തുക എന്നുള്ള ഫിസിക്കൽ എക്സൈറ്റ്നെസ് അല്ലാതെ വേറെ അവർക്കൊന്നുമില്ല. അങ്ങനെ അവർ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കും, നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കും, ഇഷ്ടം പോലെ ആഹാരം അതിൻ്റെ വരും, ചിപ്സ് വരും, പറ വരും, പൊറി വരും, കപ്പലണ്ടി വരും, അങ്ങനെ എല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവിടെ തന്നെ ഇരുന്നത് കഴിക്കുന്നു. അങ്ങനെ നമ്മൾ പൊണ്ണത്തടി വരുന്നു. അതുപോലെ വ്യായാമമില്ല. പണ്ട് 5 മിനിറ്റ് നടന്നവർ ഇന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് നടന്നവർ ഇന്ന് ആ സമയം ഉണ്ടെങ്കിൽ അവർ ഒരു ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ അവർ പോയി അവർ അധ്വാനിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ എക്സർസൈസ് വളരെ കുറവാണ്. പണ്ട് എൻ്റെ കൊച്ചിലെ ചെറുപ്പക്കാരുന്ന സമയത്ത് മിക്സിയൊന്നുമില്ല. അപ്പോൾ എല്ലാം അമ്മ അരയ്ക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ കുഴവി, അതുപോലെ കുഴന്ന് വെച്ചാൽ മാവും അതുപോലെ ഉഴുന്നുമൊക്കെ കൂടി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതും എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ചെയ്ത് കൊടുക്കുമായിരുന്നു. അതൊക്കെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് അന്നത്തെ ഈ മിക്സിയുടെ ജോലി, അതുപോലെ കിണറ്റിൽ നിന്ന് കോഴുക, ഇതൊക്കെ ഇപ്പോൾ ഇലക്ട്രിക് സിസ്റ്റം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ അങ്ങനെ വളരെ സുഖിച്ച് ഇന്ന് ആവശ്യത്തിൽ അമിതമായി ഫാറ്റി ഫുഡ്സ് വരുന്നുണ്ട്. പണ്ട് എൻ്റെ കൊച്ചിലെ ഞാൻ കേട്ടിട്ട് പോലുമില്ല ബർഗർ എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നാൽ ഇപ്പോൾ വളരെ സുഖമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. അതുപോലെ സാൻഡ്വിച്ച്, ഈ സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ വന്നേ പിന്നാണ്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ടാണ് ഈ സാൻഡ്വിച്ച് കേൾക്കാൻ തുടങ്ങിയത്. എവിടെ നോക്കിയാലും ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സർഷൻ കുറയുന്നു, നമ്മുടെ കൺസപ്ഷൻ വർദ്ധിക്കുന്നു. അതോടുകൂടി ആൾക്കാർ പൊണ്ണത്തടിയന്മാരായി മാറുന്നു. ഇന്ന് കൊച്ചു പിള്ളേർക്കൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ 60, 70, 80 വെയിറ്റ് ഉണ്ട്. ഞാൻ പലപ്പോഴും ഇവരൊക്കെ OPയിൽ വരുമ്പോൾ അവരോട് ഞാൻ സംസാരിച്ച്, നിങ്ങളുടെ ആഹാരമൊക്കെ കുറയ്ക്കണം, പെട്ടെന്ന് ഉടനടി കുറയ്ക്കാനായിട്ട് പറ്റത്തില്ലെങ്കിലും എല്ലാം മുക്കാലാക്കണം, അതുപോലെ ഈ ജങ്ക് ഫുഡ്സ് അത് കൂടുതലായിട്ട് കഴിക്കരുത് എന്നൊക്കെ പറയും. ഈ ജങ്കെന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നതായിരിക്കുന്ന സ്വഭാവങ്ങളാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എക്സർഷൻ ഇല്ല. 80% പൊണ്ണത്തടി എന്ന് പറയുന്നത് എക്സർഷൻ ഇല്ലാതെ സംഭവിക്കുന്നതാണ്. നല്ല എക്സർഷൻ ഉണ്ടെങ്കിൽ അമർദ്ദം വരത്തില്ല. പക്ഷേ പിന്നെ ഒരു ചെറിയ വിഭാഗമുണ്ട്, അവർക്ക് മെഡിക്കൽ കോസുകൾ കാണാം. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ, അതുപോലെ ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ, വിഷാദ രോഗങ്ങൾക്കാർക്ക് തടി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ അമിതത്തടി വന്നേക്കും, ചിലർ വലിഞ്ഞും പോകും. അങ്ങനെയുള്ള 2-3 കണ്ടീഷൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓവർ ഈറ്റിംഗ് കൊണ്ടാണ് വരുന്നത്. പിന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നാം നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ജനറ്റിക് ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. നമ്മുടെ അപ്പന് നല്ല വണ്ണം കാണും, അമ്മയ്ക്കും മക്കൾക്കും എല്ലാം നല്ല വണ്ണം. അപ്പോൾ അമ്മയ്ക്കും വണ്ണമുണ്ട്, അപ്പനും വണ്ണമുണ്ട്, അപ്പോൾ മക്കൾക്കെല്ലാം നല്ല വണ്ണം. അങ്ങനെ ജനറ്റിക്കായിട്ട് വരുന്നവരുമുണ്ട്, നമുക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചിലർ വലിയ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, പെട്ടെന്ന് തടിക്കും. ചിലർക്ക് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അതുപോലും തടിക്കുന്നവരുണ്ട്. ചിലപ്പം ഒരു സ്പൂൺ പയർ തന്നാൽ അതുകൊണ്ട് തടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആഹാരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. ഇതിനെ ബെറ്റർ പറയും, നമ്മൾ 175 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് ഒരു 75 കിലോ മതി. അത് സ്ത്രീ ആണെങ്കിൽ, 170 സെൻറ്റിമീറ്ററുള്ള സ്ത്രീ ആണെങ്കിൽ അവർക്ക് 75 വേണ്ട, പകരം ഒരു 67, 68 ഒക്കെ മതി. അതിനകത്ത് നിർത്താം. BMI എന്ന് പറഞ്ഞൊരിതുണ്ട്. ഈ BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് വെയിറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ബൈ വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് സ്ക്വയർ എന്ന് പറയുന്ന BMI ഇൻഡെക്സ് ഉണ്ട്. 18 മുതൽ 25 വരെയുള്ള BMI നോർമലാണ്. 25-ന് മുകളിൽ 30 വരെയുള്ളത് ഓവർ വെയിറ്റ് ആണ്, അമിതത്തടി. 30 കൂടുതൽ വെയിറ്റ് ഉള്ളവരെ നമ്മളെ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി, അതിന് തക്കതായൊരു വാക്ക് മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 30-ന് മേളിലുള്ളവർ പൊണ്ണത്തടി ഒബീസാണ്. അത് കൂടുതലും എന്താണ്,
ഈ ഒബേസിറ്റി എന്ന് പറയുന്നത് അത് ഫാറ്റിൻ്റെ കണ്ടന്റ് കൊണ്ട് വേണം ഒരു ഒബീസ് ആകാനുള്ളത്. അതായത് വെറുതെ ഒബീസായിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ഒബീസ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുതൽ വരണം. അതുകൊണ്ട് അവർക്ക് ഫാറ്റി ലിവർ വരും, കിഡ്നി പ്രോബ്ലം വരും, പ്രഷർ വരും, ഹാർട്ടിൻ്റെ അസുഖം വരും, അതുപോലെ ആസ്മ വരും, ബാക്ക് പെയിൻ വരും, അതുപോലെ ഇങ്ങനെ നമ്മുടെ മുട്ടുവേദന വരും, കാലുവേദന വരും, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ ഏറ്റവും മെലിഞ്ഞ് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ അമിതമായിട്ടുള്ള ഈ വണ്ണം നമ്മൾ നിയന്ത്രിച്ചേ പറ്റത്തുള്ളൂ. എപ്പോഴും വണ്ണം ഉള്ളവർക്ക് അസുഖങ്ങളാണ് വണ്ണമില്ലാത്തവരുടെ അസുഖത്തെക്കാട്ടി വളരെ കൂടുതൽ. അപ്പോൾ നമ്മുടെ നമുക്ക് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്ലേറ്റ് ചോറുണ്ണും, അല്ലെങ്കിൽ 6 ഇഡ്ഡലി തിന്നും, അത് 4 ആക്കി മാറ്റണം. അല്ലെങ്കിൽ ഒരു 4 ദോശ കഴിക്കും, അത് 2 ആക്കി മാറ്റണം. ഇങ്ങനെ നമ്മൾ പടിപടിയായിട്ട് പതിച്ച് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുക, ഇങ്ങനെയുള്ള സമയം കൊണ്ട് നമ്മുടെ കലോറിയെ ബേൺ ചെയ്തെടുക്കണം. ഇങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഗുണത്തിന് ചിന്തിക്കാൻ പറ്റൂ. ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾ, ഡയബറ്റീസ്, ഹാർട്ട്, പ്രഷർ, കൊളസ്ട്രോൾ, ഇതെല്ലാം വരുന്നത് ഈ അമിതതടിയാണ്. ഇന്നത്തെ ഫാഷനാണ്. കൊളസ്ട്രോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിലാണ്. അപ്പോൾ അങ്ങനെ കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മരുന്ന് കൊണ്ട് നമുക്ക് കുറയ്ക്കാം, നമ്മുടെ ഇതും കൊണ്ടും കുറയ്ക്കാം. മരുന്ന് കൊണ്ട് കഴിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് പൊണ്ണത്തടി എന്തുവാണ്? അത് ഡെപ്പോസിറ്റ് കിഡ്നിയെ ബാധിക്കും, ചിലപ്പോൾ ലിവറിനെ ബാധിക്കും, ചിലപ്പോൾ ഇത് മസിൽസിനെ ബാധിക്കും, അതുപോലെ ഹാർട്ടിനെ ബാധിക്കും, ബ്ലഡ് വെസൽസിനെ ബാധിക്കും, അതുപോലെ കിഡ്നിയെ ബാധിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇപ്പം ഇത് പറയാൻ മാത്രമേ ഉള്ളൂ, അമിതവണ്ണം കൊണ്ട് ജീവിതം തകർക്കരുത്. നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എത്രയും സ്ലിം ആകാനായിട്ട് ശ്രമിക്കുക. എന്ന് വിചാരിച്ച് പെൻസിൽ പോലെ ആകല്ല. വെയിറ്റ് ഫോർ ഹൈറ്റ്, BMI നോർമലായിട്ട് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പൊണ്ണത്തടി വരത്തില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.